ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ അലീനയുടെയും മനുവിൻ്റെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മനു വന്നേക്കാണല്ലോ, വീക്കെൻഡിൽ മനു വന്നേക്കാണ്. ഫ്രൈഡേ നൈറ്റാണ് മനു എത്തുന്നത്. സാറ്റർഡേ തന്നെ മനു മുത്തശ്ശിയും അലീനയൊക്കെ കാണാനായിട്ട് കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു മുത്തശ്ശിയും അലീനയൊക്കെ കാണുന്ന എപ്പിസോഡ് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനു അപ്രതീക്ഷിതമായിട്ട് വന്നത് കണ്ടിട്ട് അലീന ആകെ സ്തംഭിച്ച് പോവുകയാണ്. ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അലീനയ്ക്ക്. അങ്ങനെ മനു എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ വൈജയന്തി എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അലീന പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറയുന്നത് അങ്ങനെയൊന്നുമല്ല, വൈജയൻ കുറച്ച് ബുദ്ധിമുട്ടിക്ക് തന്നെയാണ് അവളെ ഇട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുമോളെ പറഞ്ഞു വിട്ടു. ഇപ്പം ഇവളാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഇവൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇവളെല്ലാ ജോലിയും ചെയ്തോളും. ഇവൾക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയണം മുത്തശ്ശി. പിന്നെ ഒരു കാര്യം ഉണ്ടായി, ഇവള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അതൊക്കെ വൈജയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറയട്ടോ മുത്തശ്ശി. അത് നല്ല സൈനാണല്ലോ. എന്താണെങ്കിലും അലീന വൈജയൻ്റെ കയ്യിലെടുത്തല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് മനു. അങ്ങനെ ആ സമയത്താണ് മുത്തശ്ശി പറയുന്നത്, എടാ മോനെ, നീ നാളെ ഫ്രീ ആണോ എന്ന് ചോദിക്കുക കേട്ടോ. എന്താ മുത്തശ്ശി ചോദിച്ചത്? ഇവള് കുറച്ച് ദിവസമായി പറയുന്നു ഇവക്കൊന്ന് പള്ളിയിൽ പോകണം. ഇവിടെ അടുത്ത് എവിടെയാണ് പള്ളി, നിനക്കറിയാവോ? ഇവിടെ അടുത്തുണ്ടല്ലോ മുത്തശ്ശി, കടപ്പാട്ടൂരിന് കുറച്ച് അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ എന്നാൽ ഇവളെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണം. ഇവൾക്ക് തനിച്ച് വിടാൻ എനിക്കൊരു മടി. അത് കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ തനിച്ച് പൊക്കോളാം, എനിക്കതൊന്നും വിഷയമല്ല. പിന്നെ അറിയാത്ത സ്ഥലത്ത് വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം മനുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് നാളെ ഇവളെ ഒന്ന് കൊണ്ടുപോകാമോ? അത് മാത്രമല്ല, ഇവൾക്ക് ഇവളുടെ അനിയത്തിയും ഒരു ചെറിയ കൊച്ചുണ്ടെന്ന് പറഞ്ഞു. അതിനെയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നീ ഇവളെ ഒന്ന് അവിടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയാണ്. അത് എവിടെയാണ്, അനിയത്തിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുക കേട്ടോ. അത് എറണാകുളത്ത് പാലാരിവട്ടത്താന്ന് പറയണേ. അത്രയും ദൂരമല്ലേ, നമ്മൾ രാവിലെ പോയി തിരിച്ചെത്തുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. വൈജയന്തി സമ്മതിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വൈജയുടെ അടുത്ത് ഞാൻ പറഞ്ഞോളാം, നീ നിൻ്റെ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാട്ടോ. ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പറയാം. അമ്മ ഇനിയിപ്പോൾ സമ്മതിക്കാനൊന്നും പോണില്ല, കാരണം ഒരു വേലക്കാരിയെ കൊണ്ട് നാട് ചുറ്റാൻ നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വഴക്കടിക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ എന്താണെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ട് മനു അവരോട് യാത്ര പറഞ്ഞിട്ട് പോകുക കേട്ടോ. അങ്ങനെ അന്ന് രാത്രിയിൽ മുത്തശ്ശിയാണ് വൈജയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇവൾക്ക് നാളെ ഒന്ന് അമ്പലത്തിലല്ല, സോറി, നാളെ ഒന്ന് പള്ളിയിൽ പോകണം. അവൾക്ക് എന്തോ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഇവിടെ എവിടെയാണ് പള്ളി ഉള്ളത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ വൈജ. ഇവിടെ അടുത്തുണ്ടല്ലോ, മനു പറഞ്ഞു കൊണ്ടുപോയിക്കോളാമെന്ന്. മനുവിൻ്റെ കൂടെയാണോ പോകുന്നത്? അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, ഇവക്ക് എന്താ തനിച്ചു പോയാൽ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. വലിയ വീട്ടിലെ ആമ്പിള്ളേരുടെ കൂടെയാണോ ഇങ്ങനെ കറങ്ങാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ഒച്ചയെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ തനിച്ചു പൊക്കോളാം, എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് അലീന പറയുമ്പോൾ അത് പറ്റില്ല, അറിയാത്ത സ്ഥലമാണ്, ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലല്ലേ. അതുകൊണ്ട് മനു ആണ് പറഞ്ഞത്, മനു കൊണ്ടുപോയിക്കൊള്ളാമെന്ന്. മനു രാവിലെ തന്നെ വരും അലീനയും കൂട്ടിയിട്ട് പോകാനായിട്ട്. എന്തായാലും നാളെ ഒരു ദിവസം അവൾക്ക് ഫ്രീ കൊടുക്കുക. അങ്ങനെ ഫ്രീ കൊടുക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്തു വെച്ചിട്ട് പോക്കോ. നാളെ അവധി ദിവസമല്ലേ, മക്കളൊക്കെ വീട്ടിലുണ്ടാകും, അവർക്കുള്ള എല്ലാ ഫുഡും ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഞാനും ഉണ്ടാവും, ബാലചന്ദ്രനും ഉണ്ടാവും, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരും, അയാളും ഉണ്ടാകും. ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു കേട്ടോ. അന്ന് കുഞ്ഞുമോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഈ വീട്ടിൽ ഈ കൊച്ചമ്മയെ കാണാനായിട്ടൊരു സാറ് വരും അവധിയുള്ള ദിവസം. ആ സാർക്ക് വേറെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ആ സാറിനെ കാണാൻ പറ്റില്ലല്ലോ, നാളെ വരുന്ന ആൾ ആരാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. എന്താണെങ്കിലും അവൾക്ക് പള്ളിയിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ജോലികളും നേരത്തെ ചെയ്ത് റെഡിയാക്കിയിട്ട് പോക്കോ. പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനില്ല, അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് വൈജ തന്നെ പറയാം കേട്ടോ. അങ്ങനെ പോകാനുള്ള അനുവാദം കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർക്കുക കേട്ടോ. എല്ലാ ജോലിയും തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറിനുള്ള ഏകദേശം സാധനങ്ങൾ വരെ സെറ്റാക്കിയിട്ടാട്ടോ അലീന പോകുന്നത്. അഥവാ ഇനി എത്താൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡിന്നർ തയ്യാറാക്കാൻ ലേറ്റ് ആവില്ലേ. അപ്പോൾ ഒരുവിധമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് അലീന റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മനു വരികയാണ്. മനു വന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ റെഡിയാണ്, അവൾ റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അവൾ കുളിക്കുകയാണ്, ഇപ്പോൾ വരും, നീ ആൻറ്റിയെ കണ്ടോ അവരെ കണ്ടോ എന്നൊക്കെ ചോദിക്കാനില്ല, ഞാനൊന്ന് പോയി കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞിട്ട്
മനു വൈജയന്തിയെ വിളിക്കുക കേട്ടോ. വൈജയന്തി എന്ന് വിളിക്കുന്ന സമയത്ത് വൈജയന്തിയും ബാലചന്ദ്രനും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ആ മനു, നീ എപ്പോഴാണ് വന്നേ? എന്തൊക്കെയാണ് വിശേഷം? ബാംഗ്ലൂർ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കട്ടെ ബാലചന്ദ്രൻ. നല്ല വിശേഷമാണ് അങ്കിളെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെയല്ലേ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയെ നോക്കണം. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കട്ടോ വൈജയന്തി. അല്ല, ഇവിടെയല്ലേ മുത്തശ്ശീനെയും അലീനയും കൊണ്ടുവന്നേക്കുന്നത്, ഇനിയിപ്പോൾ ഇവിടെയല്ലേ വിശേഷം, ഇവിടുത്തെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടതൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയാട്ടോ. അതിനെന്താ കുഴപ്പം? ഇവിടെ എന്തിനാ 2 ജോലിക്കാർ? ഒരാൾ പോരെ, ഒരാൾക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഈ വീട്ടിലുള്ളൂ എന്നൊക്കെ പറയാട്ടോ വൈജയന്തി. മതി, പക്ഷേ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം നേഴ്സായിട്ടാണ് ഞാൻ അലീനയെ കൊണ്ടുവന്നത് എന്ന് മനു പറയുമ്പോൾ, ഹോം നേഴ്സിൻ്റെ ജോലി എന്തുമാത്രമാണ് ഉള്ളത്? അമ്മയെ ഒന്ന് കുളിപ്പിക്കണം, തിരിച്ചും മറിച്ചും കിടത്തണം, ഭക്ഷണം കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനാണോ ഇത്രയും ശമ്പളം കൊടുക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അവളെല്ലാ ജോലിയും ചെയ്യട്ടെ, അവൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ ഇവിടുത്തെ ജോലി ചെയ്യാൻ എന്നൊക്കെ പറയാണ് വൈജയന്തി. അല്ല, നീ ഇതെങ്ങോട്ട് ഇത്ര രാവിലെ തന്നെ വന്നേക്കുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിലും മനുവിനോടൊന്ന് ചോദിക്കുകയാണ്. അത് അലീനയ്ക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു, അപ്പോൾ അവളെയും കൂട്ടിയിട്ടൊന്ന് പള്ളിയിൽ പോകാമെന്ന് കരുതി. പിന്നെ അവളുടെ അനിയത്തിയുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അനിയത്തിയോ? ഏതനിയത്തി? അനാഥയായ അവൾക്ക് എവിടെ അനിയത്തി എന്ന് ചോദിക്കട്ടോ വൈജയന്തി. അത് അവരുടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് രേവതി കുട്ടി എന്ന് പറഞ്ഞിട്ട്. അവർ താമസിക്കുന്നത് പാലാരിവട്ടത്തുള്ളൊരു മാമച്ചായൻ്റെയും ഗ്രേസമ്മാൻ്റെയും വീട്ടിലാണ്. പാലാരിവട്ടം വരെ പോകാനോ എറണാകുളം വരെ പോകാനാണോ നീ നിൽക്കുന്നത്? അത്രയും ദൂരം പോയി തിരിച്ചു വരുമ്പോഴേക്ക് രാത്രിയാവുമല്ലോ, അതിനൊന്നും നിൽക്കണ്ടെന്ന് പറയട്ടോ. അതല്ല ആൻറ്റി, അവൾക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിട്ടാണ് ആ കൊച്ചിനെ കാണാൻ ഇത്രയും നാൾ ഒരുമിച്ച് താമസിച്ചതല്ലേ, ഏതായാലും പുറത്തിറങ്ങില്ലേ, പാലാരിവട്ടം അത്ര ദൂരത്തൊന്നുമല്ല, ഇപ്പം നമ്മൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് മനു. എന്താണെങ്കിലും രാത്രിയാവുന്നതിന് മുൻപ് തിരിച്ചെത്തിക്കൊള്ളണം എന്ന് പറയാണ് വൈജയന്തി. അങ്ങനെ അലീന റെഡി ആയിട്ട് വരിക കേട്ടോ. അലീന വന്നിട്ട് വൈജയന്തിയോട് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും കാണിക്കുക എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രനെ നോക്കുമ്പോൾ പോയിട്ട് വാ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുക കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ മനുവിൻ്റെ കൂടെ അലീന യാത്ര പോവാട്ടോ. നമ്മുടെ രേവതി കുട്ടീനെ കാണാനും ചിന്നുമോളെ കാണാനും അതുപോലെ പള്ളിയിലേക്കൊക്കെ ആയിട്ട് യാത്ര പോവാണ്. മനുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അലീനയുടെ കൂടെ ഇങ്ങനെ തനിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സന്തോഷം കേട്ടോ. അപ്പം അലീന വേഗം കയറാൻ പോകുന്നത് പുറകിലേക്കാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തിനാ പുറകിലേക്ക് കയറുന്നത്, ഫ്രണ്ടിലേക്ക് കയറിക്കോ എന്ന് പറയണേ. അപ്പോൾ വൈജയന്തി ഇത് കേൾക്കുന്നുണ്ട്. അതെന്തിനാ ഫ്രണ്ടിൽ കയറുന്നത്? ജോലിക്കാരിയുടെ രീതിയിൽ ഇരുന്നാൽ മതി, പുറകിലിരുന്നാൽ മതി. അങ്ങനെ വലിയ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ഒപ്പം ഇരുന്ന് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പുറകിലിരുന്നാൽ മതി എന്ന് പറയണേ. അങ്ങനെ അലീന പുറകിലേക്ക് തന്നെ കയറുകയാണ്. മനുവിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, വൈജയന്തിയുടെ സംസാരമൊന്നും. അങ്ങനെ അവർ യാത്ര പോവാണ്. പോകുന്നിടയിൽ ഒരുപാട് കാര്യങ്ങൾ മനു ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അലീന ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ മനു ഇങ്ങനെ മിററിലൂടെ അലീനയെ നോക്കൂട്ടോ. അലീനയെ നോക്കിയിട്ട് ഇങ്ങനെ മനു സ്വയം ഇങ്ങനെ ചിരിക്കുകയെ അലീനയുടെ ഭംഗിയും ആ ചേഷ്ടകളും ഒക്കെ കണ്ടിട്ട്. അങ്ങനെ അവർ യാത്ര പോവാണ്. നമ്മുടെ രേവതിക്കുട്ടീൻ്റെയും അതുപോലെ ചിന്നുമോളെയൊക്കെ കാണാൻ എണ്ണീറ്റ് പോവാട്ടോ. അങ്ങനെ രേവതിക്കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് രേവതിക്കുട്ടീൻ്റെ അടുത്താണ് ആദ്യം പോകുന്നത് കേട്ടോ. രേവതിക്കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര സന്തോഷമാവും കേട്ടോ രേവതിക്കുട്ടിക്കും ഗ്രേസിമ്മയ്ക്കും മാംചായനൊക്കെ ആ സന്തോഷമുണ്ട്. പക്ഷേ എന്താ പറയുക, രേവതിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ചേച്ചിയെ കണ്ടിട്ട്. ഇത്ര നാളെ ചേച്ചി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുന്നുണ്ടോ മാംചായനും ഗ്രേസിമ്മയും. ഞാൻ നിൽക്കുന്ന വീട്ടിലെ അവിടുത്തെ ചേട്ടൻ്റെ അവിടുത്തെ സാറിൻ്റെ മോനാന്ന് പറയാം കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടീൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് അലീന പിന്നീട് തിരിച്ചു പോകുന്നത്. രേവതിക്കുട്ടി അവിടുത്തെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മൊബൈലില്ല, രേവതിക്കുട്ടിക്ക് മൊബൈലില്ല, വീട്ടിലെ നമ്പറാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അലീനയും മനുവും കൂടെ പോകുന്നത്. അപ്പം അലീനയോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മ. ഈ മോളെ ഞങ്ങൾക്ക് തന്നെ കൊണ്ടുവന്ന് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് രേവതിക്കുട്ടീനെ ഗ്രേസമ്മയ്ക്ക് മാംചാനും കേട്ടോ. മാംചാൻ ഇങ്ങനെ മുൻചുണ്ടി കാണിക്കുമെങ്കിലും അതൊന്നും ആളുടെ ഉള്ളിലില്ല കേട്ടോ. ഉള്ളൊരു പാവം ശുദ്ധനാണ്. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതിൽ അലീനയ്ക്കും ആശ്വാസമാവുക കേട്ടോ. അങ്ങനെ പിന്നെ അലീന പോണത് ചിന്നുമോളെ കാണാനാണ്. ചിന്നുമോളെ കൊണ്ടാക്കി ഓർഫനേജിലേക്ക് പോവാണ്. അങ്ങനെ ചിന്നുമോളെ കാണാനായിട്ട് ചെന്നേക്കാണ് അലീന. ചിന്നുമോളെ ചെല്ലുന്ന സമയത്ത് തന്നെ ചിന്നുമോളെ കാണുന്നൊന്നുമില്ല കേട്ടോ.
ചിന്നുമോൾ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ സിസ്റ്ററിനോട് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയും എന്നും അവൾ ഈ വരാന്തയിൽ വന്നിരുന്ന് പുറത്തോട്ട് ദൂരേട്ടും നോക്കി ഇങ്ങനെ ഇരിക്കും. എന്തിനാ നോക്കിയിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളെ കാത്തിരിക്കുക എന്ന് പറയും. അവ ആരെയെ കാത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീനാൻറ്റീനെയും രേവയാൻറ്റീനെയും കാത്തിരിക്കുകയാണ്. എനിക്ക് നക്ഷത്രവും കേക്കും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ അലീനയ്ക്ക് ചിന്നുമോളെ കാണണമെന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ചിന്നുമോൾ തൻ്റെ കൂടെ വരാൻ കരയുകയും ചെയ്യും. അപ്പോൾ അടുത്തോട്ട് ചെല്ലാതെ ദൂരെ നിന്ന് അലീനെ ചിന്നുമോളെ കാണട്ടോ. സിസ്റ്റർ പറഞ്ഞു അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾ ഇനി പ്രശ്നം ഉണ്ടാക്കും, അലീനെ കൊണ്ടുപോവേണ്ടി വരും, അപ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് ദൂരെ നിന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അലീന ദൂരെ മാറി നിന്നിട്ട് ചിന്നുമോളെ കാണുക കേട്ടോ. അങ്ങനെ പോരുന്ന വഴിക്ക് പോകുന്നതിന് മുൻപ് തന്നെ സിസ്റ്ററോട് അലീന പറയുന്നുണ്ട് ചിന്നുമോളെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ സിസ്റ്ററെ, ഞാൻ വരും ചിന്നുമോളെ കൊണ്ടുപോകാൻ. ആര് വന്ന് ചോദിച്ചാലും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ആർക്കും കൊടുക്കരുത്, എനിക്ക് മാത്രമേ തരാവൂ, ഞാൻ വരും, ഞാൻ വലുതാണ്, ഞാൻ കുറച്ചൊന്ന് സെറ്റിലായിട്ട് ഞാൻ വരും, അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞയച്ചേക്കണം, വേറൊരാൾക്കും കൊടുക്കരുതെന്ന് വീണ്ടും സിസ്റ്ററിനോട് ഉറപ്പ് വാങ്ങിയിട്ടാണ് കേട്ടോ അലീന പോകുന്നത്. അങ്ങനെ പിന്നീട് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് അലീന തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ യാത്രയിലുള്ള അലീനയുടെയും മനുവുടെയും വിശേഷങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ മനു ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും അലീന വല്ലാണ്ടൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് താൻ എന്താണ് ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സാർ എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര സന്തോഷമായത് എനിക്കും ചോദിക്കട്ടെ മനു, ഒരുപാട് സന്തോഷമായി. എൻ്റെ രേവതിക്കുട്ടീനെയും കണ്ടു, ചിന്നുമോളെയും കണ്ടു, ചിന്നുമോളെ അടുത്ത് കണ്ടില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും കാണാൻ പറ്റി, അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എന്നെ വിടില്ല, എൻ്റെ കൂടെ വരാനായിട്ട് നിൽക്കും, എന്നേക്കാൾ കൂടുതൽ രേവതിക്കുട്ടീനോടായിരുന്നു അവൾക്ക് കൂട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടവും രേവതിക്കുട്ടിക്ക് തന്നെയായിരുന്നു ചിന്നുമോൾ പോയിട്ട്. എല്ലാവർക്കും സങ്കടം ഉണ്ടെങ്കിലും അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. രേവതിക്കുട്ടിയായിരുന്നു ചിന്നുമോളെ നോക്കിയിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്നേഹനികേതനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബ്രിജിത്ത മമ്മിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ഒരു ചിരിയോടെ അലീനയെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മനു. ആ മിററിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീനയുടെ ഈ സംസാരമൊക്കെ മനുവിൻ്റെ ഉള്ളിൽ ഇഷ്ടം കൂട്ടുക കേട്ടോ. അലീനയുടെ ഈ നിഷ്കളങ്കമായ സംസാരവും ചിരിയും ഒക്കെ അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, നന്മയുള്ളൊരു കുട്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഓരോ ദിവസം കഴിയുന്തോറും മനുവിൽ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ മനുവിൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ മുട്ടുകൾ വിരിയുന്ന ഓരോ സന്ദർഭങ്ങളുമാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ അങ്ങനെ പ്രണയത്തിലേക്ക് എത്തുന്ന ഓരോ നിമിഷങ്ങളാണ്. അങ്ങനെ മനു അറിയാതെ തന്നെ മനു അലീനയെ പ്രണയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളുടെ ഓരോ ചിരിയും അതുപോലെ സംസാരവും ഒക്കെ മനുവിൻ്റെ ഉള്ളിൽ പ്രണയം മുട്ടിയിടുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. മനുവിൻ്റെ അലീനയുടെയും പ്രണയം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാതെ പ്രണയിക്കുന്നതും അവസാനം തുറന്ന് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും വീട്ടിലറിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും, അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥാമുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും അപ്കമിങ് എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.